ഹലോ ആർമീസ്, എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. അപ്പോൾ ഇന്ന് ഞാൻ വന്നത് നമ്മുടെ സൺഷൈൻ്റെ ബർത്ത്ഡേ ലൈവുമായിട്ടാണ്. അപ്പോൾ നമ്മുടെ സ്വന്തം ഹോപ്പേട്ടന് 32 വയസ്സായി. ഈ ജന്മദിനത്തിൽ ഹോപ്പേട്ടൻ വന്ന വ്യൂവേഴ്സ് വന്ന ലൈവിനുള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. എല്ലാവർക്കും അറിയാം, കുറച്ച് കാലങ്ങൾക്ക് ശേഷമാണ് ഹോപ്പേട്ടൻ ഇങ്ങനെ ഒരു ഒറ്റയ്ക്കുള്ള ഒരു ലൈവ് വരുന്നത്. അന്ന് ദിവസം വളരെ തിരക്കുള്ള ഷൂട്ടിംഗ് ഒരുപാടുള്ള ഒരു ദിവസമായിരുന്നു എന്ന് ജെഹോപ്പ് ആ ഒരു ലൈവിൽ പറയുന്നുണ്ട്. അതുപോലെ തന്നെ പല ഷൂട്ടിങ്ങുകൾക്ക് ഇടയിലായിട്ടും 7ഓളം കേക്ക് കിട്ടിയെന്നും അതിൽ 3 കട്ട് ചെയ്തെന്നൊക്കെ ഹോപ്പ് ആ ഒരു ലൈവിൽ പറയുന്നുണ്ട്. ലൈവിനിടയിൽ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ട്രെൻഡ് ആയിട്ടുള്ള ദുബായ് ചോക്ലേറ്റ് കുക്കി കേക്ക് ഹോപ്പേട്ടൻ കട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ആരാധകരുടെ ജന്മദിനാശംസകൾക്കൊക്കെ ബർത്ത്ഡേ വിഷസിനൊക്കെ അദ്ദേഹം താങ്ക്സ് പറയുന്നുണ്ട്. ലൈവിൻ്റെ ഇടയ്ക്ക് ഹോപ്പേട്ടൻ കമന്റുകളൊക്കെ വായിക്കുന്നുണ്ട്. അപ്പോൾ ഏതോ ഒരു കമന്റിൽ ഇങ്ങനെ ഹോപ്പേട്ടൻ്റെ കണ്ണെന്താ ഇങ്ങനെ ചൊന്നിരിക്കുന്നതെന്ന് എന്നെ ചോദിച്ചപ്പം ഹോപ്പ് പറയുന്നുണ്ട്, ഇടയ്ക്ക് തനിക്ക് ചെറിയ ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്, അതായത് സ്റ്റൊമക്ക് ഇൻഫെക്ഷൻ ഉണ്ടായിരുന്നു, എന്നാൽ ഇപ്പോൾ പൂർണ്ണ ആരോഗ്യവാനാണെന്നൊക്കെ അദ്ദേഹം ആ ഒരു ലൈവിൽ പറയുന്നുണ്ട്. ഇതിനിടയിലാണ് ലൈവിൽ മറ്റൊരു സർപ്രൈസ് ഉണ്ടായത്. ഹോപ്പേട്ടൻ്റെ എല്ലാ ബർത്ത്ഡേ ലൈവും കാണുന്നവർക്കറിയാം, ഹോപ്പേട്ടൻ ഏത് ബർത്ത്ഡേക്കും ചാടിക്കേറി വരുന്ന ഒരാളുണ്ട് എല്ലാ ലൈവിലും, നമ്മുടെ സ്വന്തം ജിമിൻഷി. അപ്പോൾ ഈ ഒരു ലൈവിൽ നമ്മൾ ജിമിൻഷിനെ പ്രതീക്ഷിച്ചിട്ടുണ്ടാകും. പക്ഷെ വന്നത് ജിമിൻഷി അല്ലായിരുന്നു, നമ്മുടെ സ്വന്തം ജിന്നേട്ടനായിരുന്നു. ജിന്നേട്ടൻ വന്നത് ശരിക്കും അൺഎക്സ്പെക്റ്റഡ് ആയിട്ടായിരുന്നു. അങ്ങനെ അൺഎക്സ്പെക്റ്റഡ് ആയി വരികയും ഹോബിക്ക് നേരിട്ട് ബർത്ത്ഡേ വിഷസ് നൽകുകയും ചെയ്യുന്നുണ്ട്. ബാക്കി മെമ്പേഴ്സൊക്കെ ഷൂട്ടിങ്ങിലും ഷെഡ്യൂളിലും ഒക്കെ ന്യൂ ആൽബത്തിന് വേണ്ടിയുള്ള തിരക്കിലായതുകൊണ്ട് തന്നെ എന്താ പറയുക, അവർക്ക് ആർക്കും നേരിട്ട് വരാനൊന്നും കഴിഞ്ഞിട്ടില്ല എന്നും ഹോപ്പേട്ടൻ ആ ഒരു ലൈവിൽ പറയുന്നുണ്ട്. പിന്നെ ഒരു കാര്യം പറഞ്ഞതെന്ന് വെച്ചാൽ ഹോപ്പേട്ടൻ്റെ പുതിയ ആൽബത്തിനെ കുറിച്ചായിരുന്നു. ആ ഒരു ആൽബത്തിന്റെ അവസാനഘട്ട പണിപ്പുരയിലാണ് ഇപ്പൊന്നും ഹോപ്പേട്ടൻ പറയുന്നുണ്ട്. പറഞ്ഞത് ആ ഒരു ആൽബത്തിലെ ഒരു പാട്ടിനെ കുറിച്ചാണ്. അതിലെ ഫസ്റ്റ് പാട്ട് അത് കേൾക്കുമ്പോൾ തന്നെ തന്റെ ഹൃദയമൊക്കെ ഇങ്ങനെ ആവേശത്തോടെ മിടിക്കുമെന്ന് ഹോപ്പേട്ടൻ പറയുന്നുണ്ട്. പിന്നെ ഒരു കാര്യം പറഞ്ഞതെന്ന് വെച്ചാൽ ഈ ഒരു ലൈവ് വരുന്നത് ഹോപ്പേട്ടന്റെ ഹോപ്പ് വേൾഡ് എന്ന് പറഞ്ഞ സ്റ്റുഡിയോയിൽ വെച്ചാണെന്ന് പറയുന്നുണ്ട്. ഇവിടെ വെച്ചാണ് ഹോപ്പേട്ടൻ എന്താ പറയുക പാട്ടുകൾ എഴുതുന്ന അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതെന്ന് അവിടുന്ന് പറയുന്നുണ്ട്. എന്നാൽ ഇപ്പൊ ആ ഒരു എന്താ പറയാ പുതിയ മാറ്റങ്ങൾക്ക് വേണ്ടിയിട്ട് ആ ഒരു സ്റ്റുഡിയോ മാറുന്നതിനെ കുറിച്ച് ആലോചിക്കുന്നുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അതിന് കാരണമായിട്ട് അദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ പുതിയൊരു ആൽബത്തിന്റെ തുടക്കം അത് പുതിയൊരു സ്ഥലത്തു നിന്ന് ആവാന്ന് കരുതിയിട്ടാണ് ഈ ഒരു സ്റ്റുഡിയോ മാറാൻ അദ്ദേഹം തീരുമാനിച്ചതെന്നൊക്കെ ആഗ്രഹിക്കുന്നതെന്നൊക്കെ ആ ഒരു ലൈവിൽ പറയുന്നു. ഒരു കാര്യം പറഞ്ഞതെന്ന് വെച്ചാൽ നമ്മുടെ ആർമീസ് ആരാധകരെ കുറിച്ചാണ്. ആരാധകരുടെ പ്രായവും മറ്റും, അതായത് എന്താ പറയാ ചെറിയ കുട്ടികൾ തൊട്ട് പ്രായം ചെന്നവരെ വരെ ആ ഒരു ലൈവ് കാണുന്നതിൽ ഹോപ്പേട്ടന് വളരെ സന്തോഷമുണ്ടെന്നും അതുപോലെ തന്നെ വർഷങ്ങളായി തന്നെ സ്നേഹിക്കുന്ന ആർമീസ് അംഗങ്ങളെ കുറിച്ചും അദ്ദേഹം സംസാരിക്കുന്നുണ്ട്. 11 വയസ്സിൽ BTS ഇഷ്ടപ്പെട്ടു തുടങ്ങിയവർ ഇപ്പോൾ 25 വയസ്സായിട്ടുണ്ടാവും. അവർക്കൊപ്പം താൻ വളർന്നതിൽ സന്തോഷം ഉണ്ടെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഈ ഒരു ലൈവിന്റെ അവസാനമായിട്ട് സ്ക്രീൻഷോട്ടുകൾ എടുക്കാനായിട്ട് ആർമീസിന് അദ്ദേഹം ക്യൂട്ടായ പല പോസുകളിലും നിന്ന് കൊടുക്കുന്നുണ്ട്. ഈ ഒരു സെക്ഷനെ അദ്ദേഹം വിളിച്ചത് ഫോട്ടോ ടൈം എന്നായിരുന്നു. അപ്പോൾ ഇതോടെ ഈ ഒരു ലൈവ് കഴിഞ്ഞ് അപ്പോൾ എന്തെങ്കിലും വിട്ടുപോയിനോ ഇല്ലയോ എന്നുള്ളത് അറിയില്ല. ഇനി കഴിയുന്ന കാര്യങ്ങൾ അത്രയും ഞാൻ ഇതിൻ്റെ അകത്ത് കൂട്ടിച്ചേർത്തിട്ടുണ്ട്. ഇനി പ്രത്യേകിച്ച് എന്തെങ്കിലും പ്രധാനപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങൾ ലൈവിലത്തത് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈവ് കണ്ടവരാണെങ്കിൽ അതൊന്ന് കമൻറ്റ് ബോക്സിൽ പറയണേ.